ഈശോയിൽ സ്നേഹമുള്ളവരെ, ഏവർക്കും ഈ ഒരു പ്രഭാതത്തിൻ്റെ എല്ലാ ആശംസകളും നേരാണ്. ഒരു കോഴിക്കോട് ശനിയാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ശരിക്കും ഈ നോമ്പ് കാലത്തിലെ ഒരു സുന്ദരമായൊരു ദിവസമാണിത്. ശരിക്കും നോമ്പൊക്കെ തീർന്നു ആവുന്നൊരവസ്ഥയാണ്. ഇതിനെ ഒരു നോമ്പിൻ്റെ ഇനിയുള്ള ആഴ്ചയിൽ കുറച്ചും കൂടി വലിയ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിൻ്റെ ഓർമ്മയാണ് ഈ കോഴിക്കോട്ടായി എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നാർദീൻ തൈലത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് ചിലർ പറയുന്നുണ്ട്. ചിലരൊരു നോമ്പിൻ്റെ ഒരു ഉൾക്കാമ്പ് സൂക്ഷിക്കേണ്ടതിൻ്റെ ചില സൂചനകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. എന്തോ ആയിക്കോട്ടെ, ഈ കോഴിക്കോട്ടെ ഒന്ന് ധ്യാനിച്ചെടുക്കുന്നത് നല്ലതാണ്. ഇന്ന് വായിച്ചിരിക്കുന്ന സുവിശേഷ ഭാഗം നാർദീൻ തൈലം ഒഴിച്ച് ക്രിസ്തുവിൻ്റെ കാല് കഴുകുകയും മുടി കൊണ്ട് ഈശോയുടെ കാലുകൾ തുടക്കുകയും ചെയ്ത ആ ഒരു സ്നേഹത്തിൻ്റെ, ആ ലാസറിൻ്റെ വീട്ടിലുണ്ടാകുന്ന സംഭവങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ വായിച്ചെടുക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഇന്നത്തെ കോഴിക്കോട്ട എന്ന് പറയുന്ന ഒരു സംഭവത്തെ ഒന്ന് ധ്യാനിക്കണം എന്നുള്ളതാണ്. എന്താ, ഉള്ളിൻ്റെ ഉള്ളിലൊരു കാമ്പ് സൂക്ഷിക്കാൻ കഴിയുക. പുറമേ കാണുന്നതല്ല, ഉള്ളു കുറെ കൂടി സുന്ദരമാവുക. നമ്മുടെ നോമ്പുകാലം ആരംഭിച്ചപ്പോൾ തുടങ്ങി നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഉള്ളു കുറെ കൂടി സുന്ദരമാവണം. ആന്തരിക വിശുദ്ധിയെക്കുറിച്ച് അല്ലെങ്കിൽ ഉള്ളിൻ്റെ നന്മയെക്കുറിച്ച് ഈ നോമ്പുകാലത്തിൽ ഈ ഒരു കോഴിക്കോട്ടെ ശനിയാഴ്ചയിലേക്ക് എത്തിച്ചേരുമ്പോൾ എൻ്റെ ഉള്ളിൽ എത്രമാത്രം കാമ്പുള്ളതായി മാറി എന്നുള്ളതാണ്. കുറെ കൂടി അനുഗ്രഹമുള്ളതായോ, കുറെ കൂടി നന്മയുള്ളതായോ, കുറെ കൂടി സ്നേഹമുള്ളതായോ. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഈ ഒരു ദിവസത്തിൻ്റെ ഒരു സുന്ദരമായൊരു ദിവസത്തെ ആഘോഷിക്കാനും ജീവിതത്തെ വിശുദ്ധീകരിക്കാനും സാധിക്കുകയുള്ളൂ. ഈ കോഴിക്കോട്ടെ നമ്മുടെ മുമ്പിൽ തരുന്ന സാധ്യത അതാണ്. എൻ്റെ ജീവിതത്തെ പുറമേ കാണുന്ന സൗന്ദര്യത്തെക്കാളും ഭംഗി ഉണ്ടാവണം. അകത്ത് കുറെ കൂടി വിശുദ്ധി ഉണ്ടാവണം, സന്തോഷം ഉണ്ടാവട്ടെ. അപ്പോൾ ആ ഒരു സമാധാനം ഉണ്ടാവട്ടെ. ഈ ലോകം മുഴുവൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടിയാലും എൻ്റെ ആത്മാവിന് നഷ്ടമായ പിന്നെ എന്ത് പ്രയോജനം എന്ന് ചോദിച്ച ക്രിസ്തുവുണ്ട്. ഈ ആത്മാവിന് വേണ്ടി ജീവിക്കുന്ന, ദാഹിക്കുന്ന സുന്ദരമായ ദിവസങ്ങളാവട്ടെ. ആ ദിവസം ഇന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് പോലെ ഉള്ള് സുന്ദരമാക്കാൻ, അകക്കാമ്പ് സൂക്ഷിക്കാൻ ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.